നമസ്കാരം. ഒരു പോസ്റ്റ് ഓഫീസ് RD ഏജന്റ് ആവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരുപാട് തൊഴിലവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറച്ച് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ഒരു RD ഏജന്റ് ആവാൻ സാധ്യമാണ്. എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഓഫീസ് RD ഏജന്റ് ആവുന്നത്? ആർക്കൊക്കെയാണ് RD ഏജന്റ് ആവാൻ സാധ്യമായിട്ടുള്ളത്? അതുപോലെ തന്നെ എന്തൊക്കെ പ്രോസസ്സുകളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, ഒരുപാട് ആളുകൾക്ക്, നമ്മുടെ നാട്ടിലെ പ്രായമുള്ള സ്ത്രീകൾ വരെ ഇന്ന് പോസ്റ്റ് ഓഫീസ് RD ഏജന്റുകളായി ജോലി ചെയ്ത് അവർ കൃത്യമായിട്ട് സമ്പാദിക്കുന്നു. ഒരു RD ഏജന്റ് ആവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഏജന്റായി മാറാൻ പോകുന്നത് എന്ന്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ജനങ്ങളെ പണം സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാം എന്താണ് ഒരു RD ഏജന്റ് അല്ലെങ്കിൽ ഒരു RD ഏജൻസി എടുക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. നമുക്കറിയാം, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എല്ലാ ബാങ്കുകളിലും ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലും അവൈലബിൾ ആണ്. ബാങ്കുകളിൽ അവരുടെ ആപ്പുകളിൽ തന്നെയാണ് നമ്മൾ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്കിലും പോസ്റ്റ് ഓഫീസിൽ അത് ഏജന്റുകൾ വഴിയാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിന്റെ നിരവധി സേവിംഗ് സ്കീമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയ ഒന്നാണ് RD എന്ന് പറയുന്നത്. കാരണം വളരെ ചെറിയ തുക നമുക്ക് ഇതിൽ നിക്ഷേപിച്ചുകൊണ്ട് സേവിങ്സ് ആരംഭിക്കാം എന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. RD അക്കൗണ്ടിലേക്ക് ഇടുന്ന മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് കസ്റ്റമേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ആളുകളെയാണ് ഒരു RD ഏജന്റ് എന്ന് പറയുന്നത്. ഇത് പോസ്റ്റ് ഓഫീസ് നിയമിക്കുന്ന ആളുകളായിരിക്കും. ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ നഗരങ്ങളിലുമുള്ള ആളുകൾക്ക് പോസ്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്തുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു RD ഏജന്റിന്റെ സേവനം ഏറ്റവും കൂടുതൽ ഇവരെ സഹായിക്കുന്നത്. മാത്രമല്ല, ഒരു RD ഏജന്റ് ആവുക എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം നേടിത്തരുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും അല്ലെങ്കിൽ തൊഴിൽ രഹിതരായ ആളുകൾക്കും ജോലി കൊടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഒരു RD ഏജന്റ് അല്ലെങ്കിൽ ഒരു RD ഏജന്റ് ആവുക എന്ന് പറയുന്നത്. ഒരു RD ഏജന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഓരോ അക്കൗണ്ടിനും പോസ്റ്റ് ഓഫീസിൽ നിന്നും കമ്മീഷൻ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു സേവനം എന്നതിലുപരി വളരെ കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം കൂടെയാണ്. എത്രത്തോളം RD അക്കൗണ്ട് നിങ്ങൾക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വലിയ എമൗണ്ട് നിങ്ങൾക്ക് കമ്മീഷൻ ആയിട്ടും ലഭിക്കും. ഇന്ന് വളരെ വലിയ തുക കമ്മീഷനായിട്ട് മാത്രം കിട്ടുന്ന ഒരുപാട് RD ഏജന്റുമാർ, ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള RD ഏജന്റുമാർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്കും അവരിൽ ഒരാളാവാൻ സാധ്യമാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും ഒരു RD ഏജന്റ് ആവാനായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ മിനിമം 10ാം തരം പാസ്സായിരിക്കണം എന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 10 എന്നുള്ളത് 12ാം തരം ആവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരിക്കണം. അതായത് യാതൊരു തരത്തിലുള്ള കടവും ഓൾറെഡി ഉണ്ടായിരിക്കാൻ പാടില്ല. കൂടാതെ ഒരു ക്രിമിനൽ റെക്കോർഡും ഇതുവരെ ഉണ്ടായിരിക്കാൻ പാടില്ല. അധ്യാപകർ, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, SHD മെമ്പേഴ്സ്, അതുപോലെ തന്നെ തൊഴിൽ രഹിതരായ യുവാക്കൾ, ഇവർക്കെല്ലാം RD ഏജന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരെ RD ഏജന്റ് ആക്കാൻ പോസ്റ്റ് ഓഫീസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ കണ്ടീഷൻസ് എല്ലാം പാലിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു RD ഏജന്റ് ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇനി ഒരു RD ഏജന്റ് ആവാൻ പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം വേണ്ടത് അപ്ലിക്കേഷൻ ഫോം ആണ്. ഇത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റിന്റെ വെബ്സൈറ്റിലോ ഇത് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, ഇതിലേതുമാവാം പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ട്. അഡ്രസ് പ്രൂഫും ആവശ്യമാണ്. ആധാർ, പാൻ കാർഡ്, ലൈസൻസ്, പാസ്പോർട്ട്, ഇതെല്ലാം അഡ്രസ് പ്രൂഫിന് ഉദാഹരണങ്ങളാണ്. 10ാം തരം പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഏറ്റവും മിനിമം യോഗ്യത 10ാം തരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. കൂടാതെ ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ ലോക്കൽ അതോറിറ്റിയിൽ നിന്നോ ഉള്ള സ്വഭാവ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. പിന്നീട് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, മാത്രമല്ല പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അത്യാവശ്യമാണ്. കൂടാതെ നിങ്ങൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ലോണോ ഇല്ല എന്നുള്ളതിന്റെ ഒരു അഫിഡവിറ്റും ആവശ്യമാണ്. സോ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഒരു RD ഏജന്റ് ആവുന്നതിന് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു പോസ്റ്റ് ഓഫീസ് RD ഏജന്റായി മാറുന്നത്? നമുക്ക് ഘട്ടം ഘട്ടമായുള്ള ഒരു പ്രോസസ്സ് നോക്കാം. ആദ്യം അപ്ലിക്കേഷൻ ഫോം നമ്മൾ കളക്ട് ചെയ്യുക. അത് പോസ്റ്റ് ഓഫീസിൽ പോയാലോ അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റിന്റെ വെബ്സൈറ്റിൽ പോയാലോ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം അപ്ലിക്കേഷൻ ഫിൽ ചെയ്തതിനു ശേഷം പൂർത്തീകരിച്ച അപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും നിങ്ങൾ പോസ്റ്റ് മാസ്റ്റർ ജനറൽസ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷമുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് പോലീസ് വെരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡും ഇല്ല എന്നുള്ള പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇതിനെല്ലാം ശേഷം പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഓഫീസിലോ നടക്കുന്ന ഒരു ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസും അതിന്റെ സ്കീമുകളെ കുറിച്ചുള്ള ധാരണ, കൂടാതെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആണോ
എന്നീ കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രെയിനിങ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്ന ട്രെയിനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ഓഫീസ് RD അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഈ അക്കൗണ്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ റെക്കോർഡുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളെ കുറിച്ചായിരിക്കും.